Mistakes are proof that you are trying. Never give up on learning. Every small step counts. Welcome to Brilliant English. ഹലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ സാധാരണയായി സംഭവിക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ വണ്ടി ഓടാതെ വഴിയിൽ നിന്ന് പോയാൽ എങ്ങനെ ഒരാളോട് സഹായം ചോദിക്കുക, അതും സിമ്പിൾ ഇംഗ്ലീഷിൽ. അതെ, വളരെ എളുപ്പമുള്ള കുറച്ച് വാചകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തീർച്ചയായും. ഓരോ വാചകവും നമ്മൾ ആദ്യം മലയാളത്തിൽ പറയും, പിന്നെ അതിന്റെ ഇംഗ്ലീഷ്. എന്നിട്ടതിൽ ഓരോ വാക്കും അതിന്റെ അർത്ഥമൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പിന്നെ ഉപയോഗിക്കാനും പറ്റും. അതെ. അപ്പോ നമുക്ക് ആദ്യത്തെ സംഭാഷണത്തിലേക്ക് കടക്കാം. ഒരാൾ ചോദിക്കുകയാണ്, ഹേയ്, നീ ഇപ്പോ തിരക്കിലാണോ? ഓക്കെ. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? ഹേയ്, യു ബിസി നൗ? ഇത് സിമ്പിളാണ്. ഹേയ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹായ് ഒക്കെ പറയുന്ന പോലെ ഒരു കാഷ്വൽ വിളി. ശരി. ശരി. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, അറിയാലോ. ബിസി, തിരക്ക്. പിന്നെ നൗ, ഇപ്പോൾ. അപ്പോ എല്ലാം കൂടി ചേർത്താൽ ഹേയ്, യു ബിസി നൗ? അതെ. ഹേയ്, നീ ഇപ്പോൾ തിരക്കിലാണോ എന്ന്. ശരി. അപ്പോ കേൾക്കുന്നവരോട് പറയാണ്, ഇനി നിങ്ങൾ എന്റെ കൂടെ പറയൂ. ഹേയ്, യു ബിസി നൗ? ഒന്നുകൂടി. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പറയാം. ഹേയ്, യു ബിസി നൗ? നന്നായിട്ടുണ്ട്. ഒന്നുകൂടി ഉറക്കെ പറയണേ. ഹേയ്, യു ബിസി നൗ? ഓക്കെ. അപ്പോ അടുത്ത മറുപടി. അതെ, മറ്റേയാള് പറയുകയാണ്, ഏയ്, അത്രക്കില്ല. എന്താ കാര്യം? ഇത് ഇംഗ്ലീഷിൽ നോട്ട് റിയലി, വാട്ട്സ്ആപ്പ്? കറക്റ്റ്. നോട്ട് റിയലി, വാട്ട്സ്ആപ്പ്. ഇവിടെ നോട്ട് റിയലി എന്ന് വെച്ചാൽ അത്രയ്ക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ. ഒരു സാധാരണ മറുപടി. അതെ. പിന്നെ വാട്ട്സ്ആപ്പ്. ഇത് ശ്രദ്ധിക്കണം. ഇതൊരു സാധാരണ സംസാര ശൈലിയാണ്. എന്താ കാര്യം, അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇനി എന്റെ കൂടെ പറയൂ, നോട്ട് റിയലി, വാട്ട്സ്ആപ്പ്? ഒന്നുകൂടി ശ്രമിക്കാം. നോട്ട് റിയലി, വാട്ട്സ്ആപ്പ്? വെരി ഗുഡ്. ഒന്നുറക്കെ പറയൂ, നോട്ട് റിയലി, വാട്ട്സ്ആപ്പ്? ഇനി പ്രശ്നം പറയാണല്ലേ? അതെ, ആദ്യത്തെ ആൾ പറയുന്നു, എന്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മൈ കാർ വോണ്ട് സ്റ്റാർട്ട്. ശരി. മൈ എന്ന് വെച്ചാൽ എന്റെ, അത് സിമ്പിൾ. കാർ, വണ്ടി അല്ലെങ്കിൽ കാറ്. അതും എളുപ്പമാണ്. പിന്നെ വോണ്ട് സ്റ്റാർട്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് വിൽ നോട്ട് സ്റ്റാർട്ട് എന്നതിനെ ചുരുക്കി പറയുന്നതാണ് കേട്ടോ. ഓക്കെ. അതിന്റെ അർത്ഥം സ്റ്റാർട്ട് ആവുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്ന്. റെഡിയല്ലേ? ഇനി നിങ്ങൾ എന്റെ കൂടെ പറയൂ, മൈ കാർ വോണ്ട് സ്റ്റാർട്ട്. ഒന്നുകൂടി. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പറയാം. മൈ കാർ വോണ്ട് സ്റ്റാർട്ട്. ഉറക്കെ. ഉറക്കെ പറയണേ, മൈ കാർ വോണ്ട് സ്റ്റാർട്ട്. അപ്പോ ഇത് കേട്ട് മറ്റാള് സ്വാഭാവികമായും ചോദിക്കും, അതെ, അയ്യോ, എവിടെയാ? ഇത് ഇംഗ്ലീഷില് ഓ നോ, വേർ? ആ, ഓ നോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അയ്യോ, കഷ്ടം എന്നൊക്കെ ഒരു വിഷമം കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ശരി. വേർ എന്ന് വെച്ചാൽ എവിടെ. വളരെ എളുപ്പമാണ്. അതെ. ഇനി എന്റെ കൂടെ പറയൂ, ഓ നോ, വേർ? ഒന്നുകൂടി. നമുക്ക് ഒരുമിച്ചൊന്നുകൂടി പറയാം. ഓ നോ, വേർ? ഗുഡ്. ഉറക്കെ പറയണേ, ഓ നോ, വേർ? ഇനി സ്ഥലം പറയണം. അതെ. ആദ്യത്തെയാൾ പറയുന്നു, സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ. ഇതിന്റെ ഇംഗ്ലീഷ് ഔട്ട്സൈഡ് ദ സൂപ്പർ മാർക്കറ്റ്. ശരി. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് അല്ലെങ്കിൽ വെളിയിൽ. ഓക്കെ. ദ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സൂപ്പർ മാർക്കറ്റിനെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് അവിടെ ദ ഉപയോഗിച്ചത്. ആ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ എന്ന്. മനസ്സിലായി. ഓക്കെ. ഇനി എന്റെ കൂടെ പറയൂ, ഔട്ട്സൈഡ് ദ സൂപ്പർ മാർക്കറ്റ്. ഒന്നുകൂടി. നമുക്ക് ഒരുമിച്ചൊന്നുകൂടി പറയാം. ഔട്ട്സൈഡ് ദ സൂപ്പർ മാർക്കറ്റ്. ഗുഡ്. ഒന്നുകൂടി ഉറക്കെ പറയണേ, ഔട്ട്സൈഡ് ദ സൂപ്പർ മാർക്കറ്റ്. അപ്പൊ സഹായം വാഗ്ദാനം ചെയ്യുകയാണ്. അതെ. മറ്റയാൾ പറയുന്നു, ശരി, ഞാൻ വരാം. ഇംഗ്ലീഷിൽ ഓൾ റൈറ്റ്, ഐ എം കമ്മിങ്. ഓൾ റൈറ്റ് എന്ന് വെച്ചാൽ ശരി അല്ലെങ്കിൽ ഓക്കെ, സമ്മതം അറിയിക്കാൻ. ശരി. ഐ എം കമ്മിങ്. ഇത് ഐ ആം കമ്മിങ് എന്നതിന്റെ ചുരുക്കരൂപമാണ്. അതായത് ഞാൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ വരാം. ക്ലിയർ? ഇനി എന്റെ കൂടെ പറയൂ, ഓൾ റൈറ്റ്, ഐ എം കമ്മിങ്.
ഒന്നുകൂടി. നമുക്കൊരുമിച്ച് ഒന്നുകൂടി പറയാം. ഓൾ റൈറ്റ്, ഐ എം കമ്മിങ്. വെരി ഗുഡ്. വളരെ നന്നായി. ഒന്നുകൂടി ഉറക്കെ പറയണേ. ഓൾ റൈറ്റ്, ഐ എം കമ്മിങ്. വളരെ നന്നായിട്ടുണ്ട്. ഈ സംഭാഷണം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് നൽകുന്നത് ബ്രില്യന്റ് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസുകളിൽ ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9995558247. ശരി. ഇതുപോലുള്ള ക്ലാസുകൾ ഇനിയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഞങ്ങളുടെ ബ്രില്യന്റ് ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെ, പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് സഹായിക്കും. റിമെമ്പർ, the best way to predict the future is to create it. Keep learning and creating your future. നന്ദി. നന്ദി.